ഹായ് ഫ്രണ്ട്സ്, ട്രെയിൽസ് ആൻഡ് ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ആഴിമലയിലേക്കാണ്. ആഴിമലയിൽ അധികം ആരും പോകാത്ത ഒരു സൈഡിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മളീ പോകുന്നത് നാഷണൽ ഹൈവേ 66-ലൂടെയാണ്. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് പുളിങ്കുടി എന്നാണ്. കോവളം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഹൈവേയിൽ നിന്നും ഇടത്തേക്ക് യൂ ടേൺ എടുത്ത് സർവീസ് റോഡിൽ കയറി ഓവർ ബ്രിഡ്ജ് കടന്നു വേണം പുളിങ്കുടിക്ക് പോകാൻ. പണ്ട് പുലികളുടെ സാന്നിധ്യം ഇവിടെ ഒരുപാടുണ്ടായിരുന്നതിനാൽ ഈ സ്ഥലത്തിന് പുലിക്കുടി എന്ന് പേര് ലഭിക്കുകയും പിന്നീട് അത് കാലക്രമേണ പുളിങ്കുടിയായി മാറുകയുമാണ് ചെയ്തത് എന്നാണ് ഒരു ആർട്ടിക്കിളിൽ വായിച്ചത്. എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല, എന്നാലും ഈ പേരും ഈ കഥയും തമ്മിൽ മാച്ച് ആകുന്നുണ്ട്. നമ്മളിപ്പോൾ പുളിങ്കുടിക്ക് പോകുന്ന റോഡിൽ കയറിയിരിക്കുകയാണ്. ഈ റോഡ് ഒരു 500 മീറ്റർ പോകുമ്പോൾ മെയിൻ റോഡുമായി കണക്റ്റ് ആവും. പൂവാർ വിഴിഞ്ഞം റോഡിലേക്കാണ് ഇത് കണക്റ്റ് ആവുന്നത്. ഇവിടെ നിന്നും ഇടത്തേക്ക് പോകേണ്ടത്. കുറച്ചു ദൂരം കൂടെ പോകുമ്പോൾ വലതുഭാഗത്തായിട്ട് ആഴിമല ക്ഷേത്രത്തിന്റെ കവാടം കാണാം. പണ്ട് പഞ്ചപാണ്ഡവന്മാർ നാടുകടത്തപ്പെട്ട കാലത്ത് ഇവിടെ വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വെച്ച് ദ്രൗപദിക്ക് ദാഹിക്കുകയും കടൽ വെള്ളം മാത്രം ഉണ്ടായിരുന്നതിനാൽ ഭീമസേനൻ തന്റെ കൈമുട്ടുകൊണ്ട് പാറയിൽ ഇടിക്കുകയും അവിടെ നിന്ന് ശുദ്ധജലം വന്നു എന്നുമാണ് ഐതിഹ്യം. നമ്മളങ്ങനെ ആഴിമല എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ താഴെയായി കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. ബൈക്കിനും ഓട്ടോറിക്ഷയ്ക്കും ഈ വലതുഭാഗത്ത് കാണുന്ന സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മളീ കാണുന്ന തെങ്ങിൻതോപ്പ് ഭാഗത്തേക്കാണ് ഇന്ന് പോകുന്നത്. ഈ ഭാഗത്ത് തീരമില്ല, മൊത്തം പാർക്കിട്ടാണ്. അതും നല്ല വഴുക്കുമുണ്ട്. കടലും ഈ ഭാഗത്ത് അത്ര ശാന്തമല്ല. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇവിടുത്തെ പാർക്കിട്ടിൽ വന്നടിക്കുന്നത്. ഒരുപാട് പേർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഭാഗത്തേക്ക് പോകുന്നവർ വളരെ സൂക്ഷിച്ചു വേണം പോകാൻ. പാറക്കെട്ടിൽ കയറി സെൽഫി എടുത്താണ് പലരും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെൽഫി നിരോധിച്ചുകൊണ്ടുള്ള ബോർഡും കാണാവുന്നതാണ്. ഈ ഭാഗത്ത് ധാരാളം റിസോർട്ടും ഹോം സ്റ്റേസും ഉണ്ട്. അവിടുത്തെ വാട്ടർ ഔട്ട്ലെറ്റ് ഇതുവഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അല്പം ചെളിയായിട്ടാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് ഇതുവഴി പോകുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പോകാനായിട്ട് എളുപ്പത്തിന് ഇവിടെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കയറി പോകാൻ വളരെ എളുപ്പമാണ്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ഈ തെങ്ങിൻതോപ്പിലെത്താം. കടലിനോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഇടം. ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിനടുത്തായി തന്നെ ചെറിയൊരു ബീച്ചും കാണാം. ആഴിമലയിൽ വരുന്നവർ അടിമലത്തുറ ബീച്ചിലായിരിക്കും മിക്കവാറും പോകാറ്. അതുകൊണ്ട് തന്നെ ഈ ബീച്ചിൽ അധികം ആരും വരാറില്ല. ഈ ഭാഗത്ത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് ഇവിടം വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ സ്ഥലം ഇത്ര നന്നായിരിക്കുന്നതിന് ഒരുപക്ഷെ ഇവിടുത്തെ മാലിന്യത്തിന്റെ അളവ് കുറവായതുകൊണ്ടാകാം. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ നമുക്ക് വിഴിഞ്ഞം പോർട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗം ആകാശ കാഴ്ചയിൽ എങ്ങനെയിരിക്കും എന്നൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്കൊരു ഡ്രോൺ ഷോട്ട്സിലേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണ്. ശാന്തമായൊരിടം. സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.
ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണം. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.